കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന ഓണാഘോഷ പരിപാടിയായ ഓണോത്സവം 2025 ഭാഗമായി തിരുവാതിരക്കളി മത്സരം സംഘടിപ്പിച്ചു. ഓഗസ്റ്റ് 26 മുതൽ സെപ്റ്റംബർ 8 വരെ നടക്കുന്ന ഓണാഘോഷ പരിപാടിയുടെ 7ാം ദിവസമാണ് മത്സരം നടന്നത്. गणपति गजपति मुखनति मोददायि सुरसाम्पति धनपति चिदपति गिरिसुत तनयन् देवन् धीपति गणपति गजपति मुखनति साम्पति गणपति चिदपति गिरिसुत तनयन् देवन् सरस्वती परिपाहि परात्पररूपिणि मञ्जुळ भाषिणि विधिरमणि सरस्वती भाषिणि विधिरमणि सरस्वती कैतोळा कृष्ण कैतोळा कैतोळा कृष्ण कैतोळा कैतव गोपालगण्यान् चेयुरु दूरिदशान्ति कैतव गोपालगण्यान् चेयुरु दूरिदशान्ति വരുവതിന്നു വിരവിലിന്നു നല്ലൊരു പരമിനി വരുവതിന്നു വിരവിലിന്നു നല്ലൊരു പരമിനിക്കു തരിക ദേവകീ സുത കൈതോഴാ കൃഷ്ണ കൈതോഴാ കാടീണം
രാഗം രാഗത്തിൽ നന്ദധ്വനി സംഗീത വീരത്തിൽ ദൂരത്തിൽ കുമ്മിയടിച്ചിടണം നല്ല മേളത്തിൽ കുമ്മിയടിച്ചിടണം നല്ല മേളത്തിൽ കുമ്മിയടിച്ചിടണം ബാലകൃഷ്ണനമ്പാടിയിൽ ലീലയാ വളർന്നു കാലമൊട്ടു ചെന്ന നേരം ബാലകേളി നിന്നു മാലതീശരണടന കാലമതു വന്നു ബാലകളെ തിരഞ്ഞവൻ ചാലവേ നടന്നു ആരു നീ മനോഹരാന്തി ചാരു ശീലേ ബാലെ ചൊല്ല ആരുടെയ ബുദ്ധിയും പ്രാണനാകുന്നു धीपति गणपति गजपति मुखनति मोदगाई सुरसाम्पति धनपति जितपति गिरिसुत तनयन् देवन धीपति गणपति गजपति मुखनति मोदगाई सुरसाम्पति धनपति जितपति गिरिसुत तनयन् देवन മോദകമടവടമലരവിൽ ശർക്കര കാരോലപ്പം നൽകാം മോദമോടായവ അമൃതേത്തും ചെയ്താനന്ദിക്കേണം മോദകമടവട മലരവിൽ ശർക്കര ആരോലപ്പം നൽകാം മോദമോടായവ അമൃതേത്തും ചെയ്താനന്ദിക്കേണം കളവാണി സരസ്വതി കരുണയോടടിയെന്റെ കരളിൽ വന്നുദിക്കുവാൻ പ്രണമിക്കുന്നേ കരളിൽ വന്നുദിക്കുവാൻ പ്രണമിക്കുന്നേ മായാമനോഹരനേ ഗോപാലകൃഷ്ണ മായാമനോഹരനേ ഗോപാലകൃഷ്ണ മായാമനോഹരനേ പിലിക്കാർ കൂന്തൽ കെട്ടി മാലതി മാല ചൂടി പിലിക്കാർ കൂന്തൽ കെട്ടി മാലതി മാല ചൂടി കാലി മേയ്ക്കുവാൻ കോലമേന്തിയ ഭഗവാനേ കാലി മേയ്ക്കുവാൻ കോലമേന്തിയ ഭഗവാനേ മായാമനോഹരനേ ഗോപാലകൃഷ്ണ മായാമനോഹരനേ ചാലേ പൊന്മേഖലയും പാലക്കാപ്പടിയമ്പും ചാലേ പൊന്മേഖലയും പാലക്കാപ്പടിയമ്പും ബാലഗോപിയും പൂണ്ട ഗോപാല ഭഗവാനേ ബാലഗോപിയും പൂണ്ട ഗോപാല ഭഗവാനേ മായാമനോഹരനേ ഗോപാലകൃഷ്ണ മായാമനോഹരനേ
റാണിയെ വന്ദിച്ചു വാട്ടിക്കളിച്ചിടണം സഭ വന്ദിച്ചു കുമ്മിയടിച്ചിടണം നാം ഇന്നു ചിന്തിച്ചു പാർവതി റാണിയെ വന്ദിച്ചു വാട്ടിക്കളിച്ചിടണം സഭ വന്ദിച്ചു കുമ്മിയടിച്ചിടണം തോം തത്തിന്തകത്തോം തിത്താതിമകത്തോം തത്തിന്തകത്തോം തിത്താതിമകം ശങ്ക വെടിഞ്ഞു സഭ നടുവിൽ മംഗമാരെ നിങ്ങൾ വന്നിടുവിൻ ശങ്ക വെടിഞ്ഞു സഭ നടുവിൽ മംഗമാരെ നിങ്ങൾ വന്നിടുവിൻ കങ്കണജാലം കിലുങ്കവെ ചെങ്കയിൽ താളം പിടിച്ചു നിരങ്കുശലീലം ഗുരുപാദ പങ്കജമൂലം നീനച്ചു നാം രാഗത്തു മൃദംഗത്തിൽ സംഗീത വിനുകൾക്ക് കൂടത്തിൽ കുമ്മിയടിച്ചിടണം നല്ല മേളത്തിൽ കുമ്മിയടിച്ചിടണം കൽപ്പകവല്ലി കനകലതി സഖി കാമവതാവി കലാഭവതി കൽപ്പകവല്ലി കനകലതി സഖി കാമവതാവി കലാഭവതി ഉൽപ്പലമാലേ നടനത്തിൽ ഉദ്യോഗശീലേ മഞ്ജീശ്വരി കേൾപ്പോടു ചാലേ ആവേശം കൊടുപ്പതു ചാലേ നിനയ്ക്കുമ്പോൾ സ്വൽപ്പം ഇന കൽപ്പത്വം അൽപാകിന കൽപ്പാകിന കൽപ്പരി ദോഷം വളർത്തിടുവാൻ ഇന്ന് ശില്പമായി കുമ്മിയടിച്ചിടണം ഗുരുജന ദൈവത വിശ്വാസവും സർവഗുണദോഷജ്ഞാനവും ഔദാര്യവും ഗുരുജന ദൈവത വിശ്വാസവും സർവഗുണദോഷജ്ഞാനവും ഔദാര്യവും പരിതാപന്തിക്കും കടാക്ഷവും കരുണയും വാക്കും ധർമ്മത്തിങ്കൽ പരമൊരു നോക്കും ഭാഗ്യശ്രീകൾ ചിരമുളവാക്കും സാമ്രാജ്യവും പുഷ്പല്ലിത് വഹിക്കുന്നത് പാർക്കും പൊഴുതാക്കും യോഗ്യം സഭയിൽ നടിച്ചിടുവാൻ തന്നു ഭാഗ്യം നമുക്കുണതാങ്ങിമാനേ ശ്രീമദനന്ദപുരത്തിൽ വാഴും സ്വാമി ശ്രീ പത്മനാഭന്റെ പാദപത്മം നാം ഇന്നു ചിന്തിച്ചു പാർവതി റാണിയെ വന്ദിച്ചു വാട്ടിക്കളിച്ചിടണം സഭ വന്ദിച്ചു കുമ്മിയടിച്ചിടണം ഇണങ്ങി കുമ്മിയടിച്ചിടണം നന്നായി വഴങ്ങി കുമ്മിയടിച്ചിടണം ഇണങ്ങി കുമ്മിയടിച്ചിടണം നന്നായി വഴങ്ങി കുമ്മിയടിച്ചിടണം ഇണങ്ങി കുമ്മിയടിച്ചിടണം നന്നായി വഴങ്ങി കുമ്മിയടിച്ചിടണം അമ്പിളിത്തെല്ലണിയുന്ന തമ്പുരാനെ മകനൊറ്റ കുമ്പനുണ്ണി തമ്പുരാനെ കുമ്പിടുന്നി ഞാൻ ഇമ്പമോടുയർത്തിടണം കമ്പമെല്ലാം ഒഴിത്തിന്റെ മുമ്പിൽ വന്നു വിളങ്ങണം കവിത്വം ചൊല്ലാൻ നല്ല മീൻ കണ്ണിയാം വാണി നല്ല പോലെ തുണയ്ക്കണം നല്ലതും വല്ലതായിടും നീ തുണയ്ക്കാൻ ഞാൻ വ്യാസനും ഗുരുക്കന്മാരും ഈശ്വരും ഈശ്വരിയോടെ സംശയത്തിൽ അഴകോടെ വാസം ചെയ്യണം ചൊൽപ്പൊങ്ങും തൃച്ചൂരന്മാരും മുപ്പാരീതിയിലുടയോന്റെ അയ്യപ്പാനിൻ കഴലിട ഞാൻ എപ്പോഴും വണ്ടി കാറ്റുമോളം പേരുത്തുള്ള കായലിൽ തമ്പുരാക്കന്മാർ കൂറ്റനായോരോടി വച്ചു വലിക്കും നേരം രണ്ടു നാലല്ലനവധി കണ്ടുവച്ചു വലിക്കുമ്പോൾ മിണ്ടാതെ വലിച്ചെന്നാകിൽ വലച്ചിലേറും പാട്ടുപാടിക്കൊണ്ടു വലിച്ചെങ്കിലോ വലച്ചി നിന്നു കൂട്ടമുണ്ടാമതിനൊരു പാട്ടുപാടുന്നേ
രഞ്ജിനി പി, ശ്രുതി സജിൻ എന്നിവരായിരുന്നു തിരുവാതിരകളിയുടെ ജഡ്ജസ്. മത്സരത്തിനു ശേഷം നടന്ന പൊതുസമ്മേളനത്തിൽ കൊല്ലം ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ ഹരികുമാരൻ നായർ AK ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ഞാൻ ഏകദേശം 2 വർഷത്തോളമായി കൊല്ലം ജില്ലാ സാമൂഹ്യനീതി ഓഫീസറായിട്ട് ചാർജ് എടുത്തിട്ട് ഇത്രയും നല്ല രീതിയിൽ യാതൊരു ബുദ്ധിമുട്ടും അറിയിക്കാതെ അമ്മമാരെയും അതോടൊപ്പം താമസക്കാരായിട്ടുള്ള മറ്റെല്ലാവരെയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന യാതൊരു പരാതികളുമില്ലാതെ കൊണ്ടുപോകുന്ന നല്ലൊരു സ്ഥാപനമാണ് നമ്മുടെ കൊല്ലം ജില്ലയുടെ റൂറൽ സിംഗിൻ്റെ സമുദ്രതീരം എന്ന് പറയുന്നത്. എനിക്ക് ഏകദേശം 31 വർഷം സർവീസായിട്ടുണ്ട്. ഞാൻ ഗവൺമെൻറ് സർവീസ് കയറിയിട്ട് ഈ ജൂൺ ആകുമ്പോൾ 31 വർഷം തികയാൻ പോവുകയാണ്. അപ്പം ഞാൻ വിവിധ തരത്തിലുള്ള ഏകദേശം 11ഓളം ജില്ലകളിൽ ജോലി നോക്കിയിട്ടുണ്ട്. സൂപ്രണ്ടായിട്ട് ജോലി നോക്കിയിട്ടുണ്ട്, സ്ഥാപന സൂപ്രണ്ടായിട്ട് ജോലി നോക്കിയിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ പലരുമായിട്ട് ഇടപെട്ടാലും പുള്ളിക്കാരൻ്റെ എളിമയും മറ്റുള്ളവരെ എല്ലാവരെയും ഒപ്പം നിർത്തിക്കൊണ്ട് പോകുന്നതിനുള്ള കഴിവും എല്ലാം തന്നെ ജഗദീശൻ്റെ ഒരു ഭാഗ്യവും മാത്രമല്ല, പുള്ളിക്കാരൻ കടന്നു വന്ന ആ വഴി ആയിരിക്കും ഇത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ പുതിയതായിട്ട് വരുന്ന കെട്ടിടവും എത്രയും പെട്ടെന്ന് തന്നെ പണി പൂർത്തീകരിച്ച് അങ്ങോട്ട് മാറുന്നതിനും ദൈവത്തോടും ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ കൊല്ലം ജില്ലയിൽ വരുന്ന സമയത്ത് നമ്മുടെ 46ഓളം ക്ഷേമ സ്ഥാപനങ്ങളുണ്ട്. ഇതേപോലത്തെ സർക്കാരിൻ്റേതായിട്ടുള്ള 2 എണ്ണമേ ഉള്ളൂ. ബാക്കി 44 സ്ഥാപനങ്ങൾ NGOs OCB രജിസ്ട്രേഷനോടുകൂടി പ്രവർത്തിക്കുന്നതാണ്. അവർക്ക് വേണ്ട സൗകര്യം അവിടുത്തെ അമ്മമാർക്ക് കിട്ടുന്ന റേഷൻ പെർമിറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ സർക്കാർ ചെറിയ ചിലവിൽ കൊടുക്കുന്നതാണ്. റേഷൻ കിട്ടും, ഗോതമ്പ് അരിയൊക്കെ അവർക്ക് വേണ്ടി കിട്ടും. അതുപോലും മുൻപിലിരുന്നവർ, ഞാൻ അവരെ കുറ്റം പറയല്ല, ശ്രമിച്ചവർക്ക് സ്ഥാപനങ്ങൾക്ക് നേടിക്കൊടുക്കുന്നതിന് തുടർ നടപടി സ്വീകരിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. എന്നാൽ ഞങ്ങൾ അതിലും വ്യത്യസ്തമായി തന്നെ ഇത് ഏകദേശം എല്ലാ 41ഓളം ക്ഷേമ സ്ഥാപനങ്ങൾക്ക് നമ്മുടെ റേഷൻ പെർമിറ്റ് നമ്മൾ അവരുടെ സർക്കാരിൽ ഇടപെടലുകൾ നടത്തി സപ്ലൈ ഓഫീസർ മുഖാന്തരം വന്ന് നോക്കി എല്ലാ കാര്യങ്ങളും ഇത് നടപ്പിലാക്കി ഇവർക്കും നമുക്ക് റേഷൻ പെർമിറ്റ് അനുവദിച്ചു കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഞങ്ങളിനി എങ്ങനെയെങ്കിലും ഇവർക്ക് യാതൊരു തുകയും ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നില്ല. അത് ഏകദേശം ഒരു 10 സ്ഥാപനം ഒഴിച്ച്, മാനസികാരോഗ്യത്തിലുള്ള 5ഉം ഓൾഡ് ഏജ് ആയിട്ടുള്ള 5 സ്ഥാപനം ഒഴിച്ച് ഈ 36 സ്ഥാപനങ്ങൾക്കും 1 രൂപ പോലും സർക്കാർ ഗ്രാൻറ്റ് കൊടുക്കുന്നില്ല. സർക്കാരിൻ്റെ ബുദ്ധിമുട്ടും സാഹചര്യങ്ങളും തരത്തിലായതുകൊണ്ടാണ്. അതും കൂടി ഞാൻ പെൻഷനായി പോകുന്നതിന് ഇനി 3 വർഷമുണ്ട്. കൊല്ലം ജില്ലയിൽ തന്നെ ഇരുന്ന് പെൻഷനായി പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. നല്ല ജില്ലയാണ്, മാത്രമല്ല ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്നത് തന്നെ ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. എൻ്റെ അമ്മ 6 വർഷക്കാലം കിടപ്പ് രോഗിയായിട്ട് എന്നോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പൊന്നുപോലെ ആണ് നോക്കി. 92ാമത്തെ വയസ്സിൽ, ഇപ്പം ഏകദേശം ഒരു 5 മാസമായിട്ടുള്ളൂ അമ്മ മരണപ്പെട്ടിട്ട്. ഞാനൊരു ഗ്രാമപ്രദേശത്തുള്ള ഒരാളാണ്. ആലങ്കോടെന്ന് പറയുന്ന ആണ് എൻ്റെ സ്വദേശം. ഇപ്പം താമസിക്കുന്ന കല്ലമ്പലമാണ്. അപ്പം ഗ്രാമാന്തരീക്ഷത്തിൽ കൂടെ വളർന്നു വന്നാണ് ഞാൻ ഈ ഒരു അവസ്ഥയിൽ ഇന്നിപ്പോൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് പാവങ്ങളുടെ വിഷമവും സങ്കടവും കഷ്ടപ്പാടും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിഞ്ഞു വന്ന ഒരാളാണ് ഞാനും. അപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ 7 ദിവസമായി, 7ാമത്തെ ദിവസമാണ് ഓണാഘോഷം നടക്കുന്നത്. കഴിഞ്ഞ വർഷവും ഞാൻ 2നോ 3നോ ആണെന്ന് തോന്നുന്നു ഞാനിവിടെ ഇതേപോലെ വന്ന് പങ്കെടുക്കുകയുണ്ടായി. ഇടയ്ക്ക് 3 മാസം കൂടുമ്പോഴൊക്കെ ഒരിക്കൽ വരാറുണ്ട്. എപ്പോഴും പറ്റത്തില്ല. കാര്യം ഞങ്ങൾക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെ
6 കോടി രൂപയുടെ പദ്ധതി 20 പ്രോജക്റ്റുകൾ നടപ്പിലാക്കേണ്ടതുണ്ട്. അതിലൊന്നാണ് സ്ഥാപനങ്ങൾക്ക് വസ്ത്രവിതരണം. അതിപ്പോൾ നമ്മുടെ ഈ സെപ്റ്റംബർ അവസാന ഒക്ടോബർ ആദ്യത്തോടു കൂടി അതിൻ്റെ ടെൻഡർ നടപടി എല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും നമ്മളിവർക്ക് അത്യാവശ്യം വേണ്ട കുറേ ഡ്രസ്സുകളെല്ലാം ഞങ്ങൾ ജില്ലാ പഞ്ചായത്തിൻ്റെ വകയായി കൊടുത്തിരുന്നു. പിന്നെ കളക്ടർ പറയുന്ന വയോജനങ്ങളുടെയും ഭിന്നശേഷികളുടെയും എല്ലാ ജോലികളും ഞങ്ങളുടെ തലയിൽ കൂടെ പിടിച്ചു വെച്ച് തരും. പറ്റുന്നിടത്തോളം ഉള്ള എല്ലാം നന്നായിട്ട് തന്നെ നമ്മൾ ചെയ്തു പോകുന്നുണ്ട്. സാറും കളക്ടറും നമുക്കൊപ്പം എല്ലാ കാര്യത്തിനും നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. സാറും കഴിഞ്ഞ തവണ കുടുംബത്തോടൊപ്പം ഇവിടെ വന്നു ഫുഡൊക്കെ കഴിച്ച് ഇതിൽ ഓണാഘോഷത്തിൽ പങ്കെടുത്തിട്ടാണ് പോയത്. അപ്പം ഇത് നല്ല രീതിയിൽ നീണാൽ ഇനിയും പ്രവർത്തിച്ച് പോകട്ടെ എന്നും അതിനുവേണ്ടി ജഗദീശ്വരൻ നമുക്കൊപ്പം ഉണ്ടാകട്ടെ എന്നും സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിന്റെ അച്ഛനമ്മമാർക്കായി അനുവദിച്ചു നൽകിയ ഓണക്കിറ്റ് വിതരണ ഉദ്ഘാടനവും കൊല്ലം ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ AK ഹരികുമാരൻ നായർ നിർവഹിച്ചു. കൊല്ലം ജില്ലാ സാമൂഹ്യനീതി ഓഫീസ് സീനിയർ സൂപ്രണ്ട് അജിലാൽ മുഖ്യ അതിഥിയായി. 25 ഓണാഘോഷം സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഏഴാമത്തെ ദിവസമല്ലേ? 7ാമത്തെ ദിവസം ഈ ചടങ്ങിന് എന്നെയും ജില്ലാ സാമൂഹ്യനീതി ഓഫീസറെയും ക്ഷണിക്കുകയുണ്ടായി. വളരെ സന്തോഷപൂർവ്വമാണ് ഞങ്ങളിവിടെ എത്തിയത്. ഇതിനു മുമ്പ് ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്. പിന്നെ റുവൽ സിംഗിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു 2 വർഷം കൊണ്ട് പുള്ളിനെ എനിക്ക് നേരിട്ടറിയാം. ഒട്ടുമിക്ക കാര്യങ്ങളിലും പുള്ളിയുമായി വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. മിക്കവാറും എല്ലാ ദിവസങ്ങളിലും 1-2 പേരെ അച്ഛനമ്മമാരെ ഞാൻ വഴിയിൽ ഉപേക്ഷിക്കും അതുപോലെ പല രീതിയിലും കിട്ടാറുണ്ട്. അങ്ങനെ നിവൃത്തിയില്ലാത്ത സാഹചര്യങ്ങളിൽ ഞങ്ങൾ പുള്ളീനെ വിളിച്ച് സഹായം തേടുകയും 1-2 പേരെ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മടിയും കൂടാതെ പുള്ളി അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ കൂടുതൽ ദീർഘമായി സംസാരിക്കുന്നില്ല. ഞങ്ങളെ പരിപാടിയിലേക്ക് ക്ഷണിച്ച റുവൽ സിംഗിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പ്രശസ്ത സിനിമാ താരം സച്ചിൻ ആനന്ദ് തിരുവാതിരക്കളി വിജയികൾക്ക് സമ്മാനദാനം നിർവഹിച്ചു സംസാരിച്ചു. ശരിക്കും ഞാൻ ഇവിടേക്ക് വരാനുള്ളൊരു കാരണം ഇന്നലെ രാത്രിയിലാണ് നമ്മുടെ റൂറൽ സിംഗ് സർ എന്നെ വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ സ്ഥാപനവുമായിട്ട് വലിയ ഒരു പരിചയവും വലിയ ഒരു കാരണങ്ങളും ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ഒരു ഓൾമോസ്റ്റ് 2009 തൊട്ട് ഞാൻ പത്തനാപുരം ഗാന്ധി ഭവനിൽ ഇങ്ങനെ അത്യാവശ്യം സോമരാജ് സാറുമായിട്ട് ഒരു വലിയ ബന്ധമുണ്ട്. അപ്പോൾ സാർ എന്ത് സംഭവങ്ങളുണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറയാറുണ്ട്, നമ്മുടെ വീട്ടിൽ മിക്കവാറും വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ എന്നെ ഒരു സ്വന്തം മകനെ പോലെ ഒരു സ്നേഹമുള്ള ഒരു ആളാണ് സോമരാജ് സാറ്. അതിന് ഒരുപാട് കാരണങ്ങളുമുണ്ട്. അപ്പോൾ ഞാൻ സിനിമ തുടങ്ങുന്നത് 2010 ഞാൻ കളഭമഴ എന്ന സിനിമ തിലകൻ ചേട്ടൻ്റെ മകനായി അഭിനയിക്കുന്നത്. അന്ന് തൊട്ടാണ് ഞാൻ സാറുമായിട്ടുള്ളൊരു ബന്ധം തുടങ്ങുന്നത്. കളഭമഴ ഒരുവിധം കുഴപ്പമായി പോയൊരു സിനിമയായിരുന്നു. ആൾക്കാരൊക്കെ കണ്ടിരുന്നു, അഭിപ്രായങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും ഒരു സോളോ ഹീറോ അഭിനയിക്കുന്നത് 2014 നക്ഷത്രങ്ങൾ. അതിന് എനിക്ക് ഫിലിം ക്രിറ്റിക്സ്, ഏഷ്യാനെറ്റ് അങ്ങനെ കുറേയധികം അവാർഡുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. പക്ഷേ സിനിമ അത്ര കണ്ടങ്ങോട്ട് നന്നായി പോയില്ല. ഏതാണ്ട് ഒരു 1.5-2 കോടി രൂപയോളം അന്നത്തെ കാലത്ത് വലിയ സിനിമയായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ചിത്രം വലിയ വിജയമായിരുന്നില്ല. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് അതൊരു വലിയൊരു പ്രോബ്ലവുമായി. അതിനുശേഷം വീണ്ടും ഞാനൊരു സിനിമ ചെയ്തു, പിന്നെ കുറച്ച് ആൽബംസൊക്കെ ചെയ്തു. പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ്സിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് ജീവിതം അങ്ങനെ മുമ്പോട്ട് പോവുകയായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഈ ഓരോ ആൾക്കാരെയും ഓരോ വ്യക്തിത്വങ്ങളെ കാണുമ്പോഴും എനിക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ അമ്മയുണ്ടായിരുന്നു. ഇപ്പോൾ റൂറൽ സിംഗിൻ്റെ ഒരു കഥ പറഞ്ഞപ്പോൾ ഓർമ്മ വന്നത് എൻ്റെ അമ്മയ്ക്കും ഇതേപോലെ വയ്യാതെ കുറേ കാലം കിടന്നിരുന്നു. ആ സമയത്തൊരു ജോലിക്കാരെയൊക്കെ വെച്ച് നോക്കാമായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഈ സോമരാജ് സാറിൻ്റെ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ സോമരാജ് സാർ എന്നോട് എപ്പോഴും പറയുമായിരുന്നു, അമ്മയെ നമ്മൾ ഗാന്ധി ഭവനിൽ കൊണ്ടുപോകാം, നമുക്ക് അവിടെ നോക്കാം. വേറെ ആരും നോക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ ഞാനത് പറഞ്ഞു, അത് വേണ്ട, എൻ്റെ അമ്മയെ ഞാൻ തന്നെ നോക്കാം എന്നുള്ളൊരു ആ സമയത്ത് ഞാൻ സിനിമയൊക്കെ വളരെ ലൈവായി വരുന്ന ഒരു സമയം കൂടിയായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ എനിക്കത് മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് തോന്നിയില്ല. അങ്ങനെ ഞാൻ അമ്മയുടെ കൂടെ തന്നെയായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ അമ്മ മരിച്ചുപോയി. പെട്ടെന്ന് ഒരു അറ്റാക്ക് പോലെ വന്നു, അങ്ങനെ മരിച്ചുപോയി. പിന്നെ അതിനുശേഷമാണ് ഞാൻ സിനിമ ഒരുപാട് ഫോക്കസ് ചെയ്തിരുന്നില്ല. പിന്നെ ബിസിനസ്സിലേക്ക് വന്നു. അത് എൻ്റെ ജീവിതം തന്നെ നന്നായി മാറ്റാൻ പറ്റുന്ന രീതിയിലേക്ക് എനിക്ക് വളർച്ചയുണ്ടായി. അപ്പോൾ രാവിലെ ഞാൻ ഇങ്ങനെ റൂറൽ സിംഗ് ചേട്ടൻ എന്നോട് സംസാരിച്ച ശേഷം രാവിലെ ഞാൻ കോട്ടാതല ശ്രീകുമാർ എന്ന് പറയും, കേരളകൗമുദിയുടെ റിപ്പോർട്ടറാണ്. അപ്പോൾ ചേട്ടൻ ഞാൻ തമ്മിൽ വളരെ ഒരു ആത്മബന്ധമാണ്, സ്വന്തം സഹോദരനെ പോലെയാണ്. എന്ത് കാര്യമുണ്ടെങ്കിൽ എപ്പോഴും വിളിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ഈ സംഭവം, ഇത് പോകണോ വേണ്ടേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എൻ്റെ വീട് ശരിക്കും വാളകമാണ്. വാളകത്ത് ഇവിടെ വരണമെങ്കിൽ 1 മണിക്കൂറുള്ള ജേണിയുണ്ട്. എനിക്ക്
തിരിച്ച് ട്രിവാൻഡ്രം വരെ പോവുകയും വേണം. അപ്പോൾ പറഞ്ഞു അങ്ങനെയല്ല സച്ചിൻ, പോകണം. പോയാൽ മാത്രമേ നമുക്ക് ആ സ്ഥാപനം എന്താണ്, ആ മനുഷ്യൻ എന്താണ്, അദ്ദേഹം ചെയ്യുന്ന വലിയ വലിയ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഡെഡിക്കേഷൻ ഉണ്ട്, അത് നമ്മൾ കാണണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്താണെങ്കിലും വരണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ അത് ശരിയാണെന്ന് തോന്നി. എന്ന് വെച്ചാൽ ഒരാൾക്ക് നമുക്ക് ആഹാരം കൊടുക്കാം, ഇത്രയും പേർക്ക് നമുക്ക് ആഹാരം കൊടുക്കാമെന്ന് വെച്ചാൽ ഒരു ചെറിയ കാര്യമല്ല. ആ ഒരു വലിയ മനുഷ്യന് അല്ലെങ്കിൽ ആ വലിയ മനസ്സിനാണ് നമ്മളെപ്പോഴും നന്ദി പറയേണ്ടത്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ഇപ്പോൾ ഹരികുമാർ സാറ് എന്ത് സപ്പോർട്ടും ചെയ്യുമെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ടായിരിക്കുമല്ലോ സാറും ഇവിടെ വന്ന് ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സൈഡിൽ നിന്നും ഒരുപാട് സപ്പോർട്ട് ഇനി ഈ സ്ഥാപനത്തിന് മുമ്പോട്ട് നീങ്ങാൻ ഉണ്ടാവും. അത് ഞാൻ പറയുകയല്ല, അത് ഞാൻ വാക്കുകളിലൂടെയല്ല, ഞാൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആ ഒരു സംഭവം ഉണ്ടാവും. എന്തു തന്നെയാണെങ്കിലും ഈ ഒരു സ്ഥാപനത്തിൽ വരാൻ ഈശ്വരൻ എനിക്കും ഒരു അവസരം ഒരുക്കിയതിൽ ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളെല്ലാവരും കാണാൻ പറ്റിയതിലും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഈ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാനും ഇതിനകത്ത് ഭാഗമായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാ നന്മകളും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നന്ദി, നമസ്കാരം. ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ശ്രീ ദുർഗ കടമ്പാട്ടുകോണം ടീമിന് 5000 രൂപ ക്യാഷ് പ്രൈസും സമുദ്രതീരം കൂട്ടുകുടുംബത്തിന്റെ സ്നേഹോപകാരവും, രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ ഗൗരി ശങ്കര പെരപ്പയം ടീമിന് 3000 രൂപ ക്യാഷ് പ്രൈസും സമുദ്രതീരം കൂട്ടുകുടുംബത്തിന്റെ സ്നേഹോപകാരവും സമ്മാനിച്ചു. ഓണോത്സവം 2025 കൺവീനർ പ്ലാക്കാട് ശ്രീകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സെക്രട്ടറി എൻ ശ്രീകണ്ഠൻ നായർ സ്വാഗതം ആശംസിച്ചു. ഏകദേശം 5 വർഷം മുമ്പാണ് സമുദ്രതീരം മതേതര വയോജന കേന്ദ്രം എന്ന പേരിൽ ഈ വയോജന കേന്ദ്രം ഇവിടെ ശ്രീ റൂവൽ സിംഗ് സ്ഥാപിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പക്ഷേ ഇന്നത്തെ വിശിഷ്ട അതിഥികൾക്ക് അത്ഭുതവും ആദരവും തോന്നാനിടയുള്ള, അതുപോലെ ഇന്ന് തിരുവാതിര കളിക്കാനായിട്ട് വളരെ ദൂരെ നിന്ന് ഇവിടെ എത്തിയിരിക്കുന്ന സമുദ്രതീരത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത അവരുടെ അറിവിലേക്ക് വേണ്ടി ഞാൻ ചെറുതായിട്ടൊന്ന് ഒരുപാട് സമയം എടുക്കാതെ സൂചിപ്പിക്കാം. വളരെ ദാരിദ്ര്യാവസ്ഥയിൽ വളർന്ന ഒരു ബാല്യം ആണ് നമ്മുടെ ചെയർമാൻ ശ്രീ റൂവൽ സിംഗിനുള്ളത്. ജനിച്ച് 6 മാസം തികയുന്നതിന് മുമ്പ് സ്വപിതാവിനാൽ ഉപേക്ഷിക്കപ്പെട്ട് റൂവൽ സിംഗും ഒരു ജ്യേഷ്ഠനും കശുവണ്ടി ഫാക്ടറി തൊഴിലാളിയായ അമ്മ ഈ വേദിയുടെ ഏറ്റവും പിറകിലായിട്ടിരിപ്പുണ്ട്. അമ്മ കശുവണ്ടി ഓഫീസിൽ പണിയെടുത്ത് അതുകൊണ്ട് തൻ്റെ മക്കളെ വളർത്താനുള്ള സാമ്പത്തികമില്ലാത്ത അവസ്ഥയിൽ ഇവിടെ തൊട്ട് പിറകിൽ നമ്മളിങ്ങോട്ട് തിരിഞ്ഞ ആ ഭാഗത്തൊരു വലിയ പാറയുണ്ടായിരുന്നു. ആ പാറയിൽ പാറ പൊട്ടിപ്പുണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിലേക്കുള്ള റോഡുകളും പാലങ്ങളും ഒക്കെ ചെയ്യുന്ന ഈ പാറ കൊണ്ടായിരുന്നു. അപ്പോൾ ആ പാറമടയിൽ പാറ പൊട്ടിക്കുന്ന ഒരു തൊഴിലാളിയായിട്ടും കൂടി ജോലി ചെയ്തു. അപ്പോൾ 6-ാം മാസത്തിൽ അച്ഛനെ നഷ്ടപ്പെട്ട ഈ മകനെയും ഇതിൻ്റെ നേരെ മൂത്ത മകനെയും രണ്ടുപേർക്കും സിംഗ് എന്ന് അവസാനിക്കുന്ന 2 പേര് മാത്രം നൽകിയിട്ടാണ് അച്ഛൻ ഇവിടെ വിട്ടുപോയത്. അപ്പോൾ ആ റൂവൽ സിംഗ് അമ്മയോടൊപ്പം വളരെ കഷ്ടപ്പാടുകൾ അറിഞ്ഞ് എല്ലാവിധത്തിലുള്ള ത്യാഗങ്ങളും സഹിച്ചാണ് വളർന്നു വന്നത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ഒരു പാമ്പ് കടിയേറ്റതുകൊണ്ട് അമ്മയുടെ ചികിത്സാർത്ഥം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോകേണ്ടി വന്നു. അന്ന് അമ്മയ്ക്ക് കൂട്ടായിട്ട് ബൈസ്റ്റാൻഡറായിട്ട് റൂവൽ സിംഗ് ആണ് ആ 3 മാസക്കാലത്തോളം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അമ്മയ്ക്കൊപ്പം നിന്നത്. അതുകൊണ്ട് 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതക്കം നടന്നില്ല. മാർച്ച് മാസത്തിൽ പൂർണ്ണമായിട്ടും ആശുപത്രിയിലായിരുന്നു. അത് കഴിഞ്ഞ് വന്ന് സ്കൂളിലെ അധ്യാപികമാരിവിടെ വന്ന് റൂവൽ സിംഗിനോട്, കാരണം പഠിക്കാൻ വലിയ മെച്ചമല്ലായിരുന്നെങ്കിലും സ്പോർട്സിലൊക്കെ നല്ല മിടുക്കനും അവിടുത്തെ സ്കൂളിലെ ബോക്സിംഗ് ടീമിലെ അംഗമൊക്കെ ആയിരുന്നു റൂവൽ. അതുകൊണ്ട് എല്ലാവരും വന്ന് പറഞ്ഞു, മോനെ റൂവലെ നീ പരീക്ഷയ്ക്ക് എഴുതണം, നിന്നെ ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞപ്പോൾ റൂവൽ പറഞ്ഞ മറുപടി, എനിക്ക് അന്ന് എഴുതാൻ പറ്റിയില്ല, ഇനി ഞാൻ എഴുതുന്നില്ല, എനിക്ക് അമ്മയുടെ കൂടെ നിൽക്കണം. കാരണം വീണ്ടും അമ്മയ്ക്ക് ഈ പാമ്പ് കടിയേറ്റ് റെസ്റ്റ് എടുക്കാതെ അണ്ടിയാപ്പീസിലൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നതുകൊണ്ട് റൂവലിൻ്റെ വിദ്യാഭ്യാസം 10ാം ക്ലാസ് വെച്ച് അവസാനിപ്പിക്കേണ്ടി വന്നു. 10ാം ക്ലാസ് പാസ്സാവാനുള്ള ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്നറിയില്ല, ആ അവസരം അദ്ദേഹത്തിന് ലഭിച്ചില്ല. പിന്നീട് നിരന്തരം ഇതിനിടയ്ക്കുള്ള സാഹചര്യമൊക്കെ പറഞ്ഞാൽ ഇവിടെ പാറ കയറ്റാൻ വരുന്ന വണ്ടികൾ, ലോറികളും ചെറിയ വാഹനങ്ങളും ഒക്കെ കഴുകി അതിൽ നിന്നിട്ട പൈസയും ഒക്കെ അമ്മയ്ക്ക് കൊടുത്ത്, ഒപ്പം മെറ്റലടിച്ചും പാറ ചുമന്നും വലിയ പാറ തലയ്ക്ക് ചുമന്ന് ലോറിയിൽ കയറ്റിയൊക്കെ കടത്തിവിട്ട്
ആ വരുമാനവും കൂടെ അമ്മയ്ക്ക് കൊടുത്താണ് റുവൽ സിംഗ് അമ്മയോടൊപ്പം വളർന്നത്. അപ്പോൾ അമ്മ അണ്ടിയാപ്പീസിൽ പോകുന്ന സമയത്ത് അമ്മയുടെ അമ്മയായിരുന്നു റുവലിന് സംരക്ഷയായിട്ടുണ്ടായിരുന്നത്. ആ അമ്മയ്ക്ക് അവസാന സമയങ്ങളിൽ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ ഒന്നും ചെയ്യാൻ വയ്യാതെ വന്ന ഒരവസ്ഥ റുവലിൻ്റെ ജീവിതത്തിലുണ്ടായി. അതിൻ്റെ പ്രതിഫലനമായിട്ടാണ് ഇവിടെ സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്ത് 8 വർഷമായിട്ട് എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ച തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കണ്ണ് പരിശോധനാ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാസം നമുക്ക് ഓഗസ്റ്റ് മാസത്തിൽ, ഇന്ന് സെപ്റ്റംബർ 1 ആയല്ലോ, ഓഗസ്റ്റ് മാസത്തിലെ ക്യാമ്പ് മാത്രം അവസാന ഞായറാഴ്ചയ്ക്ക് തൊട്ട് മുമ്പിലുള്ള ഞായറാഴ്ച സംഘടിപ്പിക്കേണ്ടി വന്നു. കണ്ണാശുപത്രിയിലെ ടീമിന് ഇവിടെ എത്താൻ കഴിയാത്തതുകൊണ്ട്. അതുകൊണ്ട് ഒരല്പം ആൾ കുറവായിരുന്നു. എന്നാലും എന്നെ അത്ഭുതപ്പെടുത്തിയത് എറണാകുളത്തുനിന്ന് തലേ ദിവസം വിളിച്ച് ബുക്ക് ചെയ്തിട്ട് പോലും ഇവിടെ ആൾ വന്നു. അത്ര പ്രശസ്തമായിരിക്കുകയാണ് സമുദ്രതീരം സംഘടിപ്പിക്കുന്ന കണ്ണ് പരിശോധനാ ക്യാമ്പ്. എല്ലാ മാസവും ഏകദേശം 250-ലേറെ പേരെ അന്ന് തന്നെ ഉച്ചയോടെ ഇവിടുന്ന് അരവിന്ദ് കണ്ണാശുപത്രിയിലേക്ക് കൊണ്ടുപോയി സർജറി ആവശ്യമുള്ളവരെ മാത്രം കൊണ്ടുപോയി സർജറി നടത്തി അന്നും പിറ്റേന്നുമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് തിരിച്ച് ഇവിടെ എത്തിക്കുന്ന ആ പ്രവർത്തനം കഴിഞ്ഞ 5 വർഷമായി നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അമ്മുമ്മയുടെ കണ്ണ് പരിശോധന നടത്താൻ സമയത്ത് കഴിയാത്തതിൻ്റെ കുറ്റബോധം തീർക്കാനായിട്ട് സിംഗ് ചെയ്യുന്നതാണെന്നാണ് തോന്നുന്നത്. അതിനുശേഷം തനിക്ക് നഷ്ടപ്പെട്ട അച്ഛനമ്മമാരുടെ സ്നേഹം ഇനി അനാഥ എന്ന് സ്വയം വിചാരിക്കുന്ന അച്ഛനമ്മമാരുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് വേണം എന്ന് വിചാരിച്ചാണ് അദ്ദേഹം ഈ അനാഥാലയം നടത്തുന്നത്. ഇതിന് കിട്ടുന്ന പണമെന്ന് പറയുന്നത് ഇപ്പോൾ 43 അച്ഛനമ്മമാരാണ് ഇവിടെ ഉള്ളത്. സഹോദരന്മാരുമൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ഹൈസ്കൂളിൽ പ്രഥമ അധ്യാപികയായിട്ട് റിട്ടയർ ചെയ്ത ഒരമ്മ പോലും ഞങ്ങളോടൊപ്പം ഇവിടെ ഉണ്ട്. മക്കൾ വേണ്ടെന്ന് വയ്ക്കുന്ന കാര്യമൊക്കെ എന്നും നിലയൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിപ്രശസ്തരായ ആളുകൾക്ക് പോലും മക്കളുടെ സംരക്ഷണം കിട്ടാതെ നമ്മൾ ഇന്നലെയും പത്രത്തിൽ വായിച്ചു, ഒരു കടമുറിയിൽ ഒരമ്മയും അവരുടെ ഒരു മകൾ, അവിവാഹിതയായ മകളും താമസിക്കുന്നു. ഇന്ന് രാവിലെ പത്രത്തിൽ കണ്ടത് ആ കടമുറിയിൽ നിന്ന് അവരെ ഇറക്കി വിടണമെന്ന് ആ അമ്മയുടെ ഒരു മകൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ പുള്ളി രേഖാമൂലം പരാതി കൊടുത്തിരിക്കുകയാണ്. എൻ്റെ കടമുറിയാണ്, തർക്കത്തിലിരിക്കുന്ന സ്ഥാപനമാണ്, അവിടെ അമ്മയും ആ സഹോദരിയും താമസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ പെറ്റമ്മയെ പോലും സംരക്ഷിക്കാൻ സമയമില്ലാത്ത ഈ കാലത്താണ് റുവൽ സിംഗിനെ പോലെയുള്ള ഒരു മനുഷ്യൻ, വലിയ സ്കൂൾ വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കാൻ കഴിയാത്ത, സാമ്പത്തിക സ്ഥിതി ഒന്നുമില്ലാത്ത ആ റുവൽ സിംഗ്. ഒരു കാര്യം കൂടെ, ഈ കാണുന്ന ഇപ്പോൾ സാമാന്യം വലിപ്പമുള്ള ഈ കെട്ടിടം ബ്ലോക്ക് പഞ്ചായത്തുകാർ റുവൽ സിംഗിൻ്റെ അമ്മയ്ക്ക് അനുവദിച്ചു കൊടുത്തതാണ്. പിന്നീട് കൺസ്ട്രക്ഷൻ വർക്കിലേക്ക് തിരിഞ്ഞ റുവൽ സിംഗ്. ഇതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, സമയച്ചുരുക്കം കൊണ്ട് ഞാൻ പെട്ടെന്ന് പറയുകയാണ്. കൺസ്ട്രക്ഷൻ വർക്കിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. കമ്പിവേലി കെട്ടുന്ന പണിയൊക്കെ ഉണ്ടായിരുന്നു, അതിൽ നിന്നൊക്കെ മാറിയിട്ടാണ് ഈ കൺസ്ട്രക്ഷൻ വർക്കിലേക്ക് വന്നത്. അതിൽ നിന്ന് കിട്ടുന്ന ലാഭമാണ് ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി അദ്ദേഹം കണ്ടെത്തുന്നത്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഇപ്പോൾ ഈ സ്ഥാപനം തന്നെ 85 ലക്ഷം രൂപയ്ക്ക് ഇവിടെ തൊട്ടടുത്തുള്ള നടക്കൽ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ ജപ്തിയാണ്. 1.5 വർഷത്തോളം ആയി ഞാനിവിടെ സ്ഥിരമായിട്ട് വന്നു പോയിട്ട്. ആ 1.5 വർഷത്തിന് മുമ്പ് ഞാൻ വരുന്നൊരു ദിവസം നടക്കൽ ബാങ്കിൽ നിന്ന് ഒരാൾ വിളിച്ച് പറയുന്നു, റുവൽ സിംഗെ, ഇനി ഞങ്ങൾക്ക് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റത്തില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് പണമടച്ചില്ലെങ്കിൽ ജപ്തി നടപടി സ്വീകരിക്കേണ്ടി വരും. 85 ലക്ഷവും അതിൻ്റെ പലിശയും കൂടെ ഈ സ്ഥാപനത്തിന് അടയ്ക്കാനുണ്ട്. അപ്പോഴാണ് റുവൽ സിംഗിന് ഇവിടുന്ന് മാറ്റണമെന്ന് തോന്നിയിട്ട് ഇവിടുന്നൊരു 250 മീറ്റർ ഏരിയൽ ഡിസ്റ്റൻസ് എടുത്താൽ, അല്ലെങ്കിൽ നമ്മൾ വഴി പോവുകയാണെങ്കിൽ 400 മീറ്ററിലേറെ പോകുന്ന തൊട്ടടുത്ത് ഒരു 5 നില കെട്ടിടത്തിൻ്റെ പണി ആരംഭിച്ചു. 2 നിലയുടെ പണി പൂർത്തിയായി കിടക്കുകയാണ്. ഇവിടുത്തെ അച്ഛന്മാരെ അങ്ങോട്ട് മാറ്റണം, അമ്മമാരെ തൽക്കാലം ഇവിടെ നിർത്താനേ നിവൃത്തിയുള്ളൂ. കാരണം ഗവൺമെൻറ്റിൻ്റെ ഒരു പുതിയ ഉത്തരവ് പ്രമാണിച്ച് ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ അച്ഛന്മാരെയും അമ്മമാരെയും ഒരുമിച്ച് താമസിപ്പിച്ചുകൂടാ എന്നതുകൊണ്ട് ഇപ്പോൾ ധർമ്മസങ്കടത്തിലാണ്. മറ്റേ പുതിയ ബിൽഡിങ്ങിലോട്ട് അവരെ താമസം മാറ്റിയിട്ട് ഈ ബിൽഡിംഗ് വിറ്റ് ആ ബാങ്കിൻ്റെ കടം തീർക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. ഇപ്പോൾ അതും പറ്റാത്ത അവസ്ഥയിൽ ഒരു വൈതരണിയിലാണ് റുവൽ സിംഗിൻ്റെ ഇപ്പോഴത്തെ നില. ആ സമയത്തും ഇവിടുത്തെ അച്ഛനമ്മമാർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാനാണ് ഇന്നലെ ഇവിടുത്തെ ഓണാഘോഷമായിരുന്നു. ഒരു ചാനലുകാർ വന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടുത്തെ അച്ഛനമ്മമാരുടെ ഓണാഘോഷം, അവർ യൂണിഫോം ഇട്ട് പുതുവസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് ഇരിക്കുന്നത് കാണാനായിട്ട് ചാനലുകാരുണ്ടായിരുന്നു. തിരുവോണത്തിന് അതിൻ്റെ സംപ്രേഷണമുണ്ട്. അപ്പോൾ തൻ്റെ കഷ്ടപ്പാടുകളെ ഒന്നും വകവയ്ക്കാതെ
സമുദ്രതീരത്തണയുന്ന എല്ലാ അച്ഛനമ്മമാരുടെയും ഓമനപുത്രനായിട്ട്, പ്രായം കുറഞ്ഞവരുടെ സഹോദരനായിട്ട്, ചെറിയവരുടെ മുതിർന്ന സഹോദരനായിട്ടും മുതിർന്നവരുടെ ചെറിയ സഹോദരനായിട്ടും ഓടി നടന്ന് ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങളെപ്പോലെ കുറച്ച് സമുദ്രതീരത്തണിയുന്ന കുറച്ച് മണൽത്തരികളെപ്പോലെ ഞങ്ങളും ഉണ്ട് ഇവിടെ. ഈ മണൽത്തരികൾ ഞങ്ങളെന്നും ഇവിടുത്തെ സ്ഥിരം സംവിധാനങ്ങളല്ല. അടുത്തൊരു തിരയ്ക്ക് ഞങ്ങളെ അരിച്ചുകൊണ്ട് പോയേക്കാം. പക്ഷേ സമുദ്രതീരം ശാശ്വതമായിട്ട് ഇവിടെ കാണും. അത് റുവൽ സിംഗ് എന്ന് പറയുന്ന ആ വ്യക്തിയുടെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും ഭാര്യയും 2 മക്കളും അടങ്ങുന്ന ആ കുടുംബം, അമ്മ ഒപ്പം ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇതൊക്കെയാണ് റുവൽ സിംഗിൻ്റെ ഒരു ചെറിയ ചരിത്രം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞു തീർക്കാവുന്നത്. സമുദ്രതീരം ചെയർമാൻ റുവൽ സിംഗ് എം, സമുദ്രതീരം പ്രസിഡന്റ് ശരത്ചന്ദ്രൻപിള്ള, പ്രണവം, ഷീലാമധു തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ചു. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന പോലെ, ഇവിടെ എല്ലാവരെയും തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന പോലെ പ്രിയപ്പെട്ട റുവൽ സിംഗ്, ഞങ്ങളുടെ സിംഗണ്ണൻ ഒരു സഹോദരിയെപ്പോലെ തന്നെ എന്നെയും ചേർത്ത് പിടിച്ചിരിക്കുന്നു. അപ്പോൾ അതുപോലെ ഞങ്ങളെല്ലാവരും ഒരു കൂട്ടായ്മ ഒരുമിച്ച് നിന്ന് അവസാന നിമിഷം വരെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവും. പക്ഷേ ഇതൊക്കെ എങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ അറിയില്ല. എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു. പക്ഷേ പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബം, ഇവിടെയുള്ള ഓരോ അംഗങ്ങളും അദ്ദേഹത്തോടൊപ്പം തന്നെ നിൽക്കുന്നു. അതുതന്നെ ഒരു വിജയമാണ്. ഞങ്ങളെന്നും എപ്പോഴും കൂടെ ഉണ്ടാവും. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓണാശംസകൾ. സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ശ്രീകുമാർ എസ് ചടങ്ങിൽ നന്ദി പറഞ്ഞു. മിക്കവാറും എല്ലാ ദിവസങ്ങളിലും നമ്മുടെ പാരമ്പര്യ നാടൻ കലാരൂപങ്ങളെല്ലാം തന്നെ ഇവിടെ അവതരിപ്പിക്കാനുള്ളൊരു ശ്രമം ഉണ്ടായിട്ടുണ്ട്. കുറേയേറെ ടീമുകൾ ഇവിടെ വന്ന് ഇന്നലെ കൈകൊട്ടിക്കളി, ഇന്നിവിടെ തിരുവാതിരയൊക്കെ വളരെ മനോഹരമായിരുന്നു. നിങ്ങൾക്ക് ഇരിക്കുന്ന പലർക്കും ഇതിനേക്കാളേറെ അനുഭവങ്ങളും ഓർമ്മകളും ഒക്കെ ഉള്ളവരാണെന്ന് എനിക്കറിയാം. എങ്കിലും അവരുടെയൊക്കെ ആ നല്ല മനസ്സുകളെ, നല്ല ഓർമ്മകളെ വളരെ സന്തോഷകരമാക്കുന്നതിനുള്ളൊരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരം പരിപാടികൾ ഇവിടെ നടത്തുന്നത്. ഇതിനോടൊപ്പം തന്നെ ഈ നാട്ടിലുള്ള വലിയൊരു വിഭാഗം ജനങ്ങളും ഇതിനോടൊപ്പം സഹകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് നല്ല വർത്തമാനങ്ങളും ഇവിടെ കേട്ടു. നമ്മുടെ സാമൂഹികക്ഷേമ വകുപ്പിൽ നിന്നൊക്കെ നമുക്ക് വലിയ സഹായകരമായിട്ട് ഉള്ള തീരുമാനങ്ങളുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഈ സ്ഥാപനം മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇനി ഇത്തരത്തിലുള്ള സർക്കാർ സ്ഥാപനങ്ങളുടെ കൂടെ സഹായങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അതിനുള്ള പരിശ്രമങ്ങൾ അവർ ആത്മാർത്ഥമായി നടത്തുന്നുണ്ട് എന്ന് അവരുടെ വർത്തമാനത്തിൽ നമ്മൾ മനസ്സിലായി. ഇപ്പം വളരെ വൈകാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഈ ചടങ്ങിൽ ഉദ്ഘാടനം നിർവഹിച്ചത് ജില്ലാ സാമൂഹ്യ ക്ഷേമ വകുപ്പ് ഓഫീസർ കൂടിയായിട്ടുള്ള ശ്രീ ഹരികുമാർ സാറാണ്. അദ്ദേഹത്തിന് ഈ തിരക്കിനിടയിൽ ഇവിടെ എത്തിയതിൽ, നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തതിലുമുള്ള സമുദ്രതീരം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും ഈ സ്ഥാപനത്തിലെ മുഴുവൻ ആൾക്കാരുടെയും പേരിലുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. മറ്റൊന്ന്, മുഖ്യാതിഥിയായി പങ്കെടുത്തിട്ടുള്ള ശ്രീ അജിലാൽ, അദ്ദേഹവും സാമൂഹ്യക്ഷേമ വകുപ്പിലെ സീനിയർ സൂപ്രണ്ടാണ്. അദ്ദേഹത്തിനും ഞാൻ വളരെ സന്തോഷപൂർവ്വം ഈ ചടങ്ങിൽ പങ്കെടുത്തതിനുള്ള നന്ദി പറയുന്നു. ഒപ്പം സമ്മാനദാനത്തിന് വേണ്ടി ഇവിടെ എത്തുകയും വളരെ നന്നായിട്ട് നമ്മോട് സംസാരിക്കുകയും ചെയ്ത സിനിമാ നടൻ കൂടിയായിട്ടുള്ള ശ്രീ സച്ചിൻ ആനന്ദ്, അദ്ദേഹത്തിനും ഈ ചടങ്ങിൽ പങ്കെടുത്തതിലുള്ള സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. ബാക്കിയെല്ലാം നമ്മുടെ ഇവിടുത്തെ ആൾക്കാരാണ്. അധ്യക്ഷം വഹിച്ച ശ്രീ പ്ലാക്കാട് ശ്രീകുമാർ സാറ്, സ്വാഗതം പറഞ്ഞ ശ്രീകണ്ഠൻ സാറ്, പിന്നെ ശ്രീമതി ഷീല മധു, പിന്നെ ശ്രീ ശരത്ചന്ദ്രൻപിള്ള, എല്ലാവർക്കും ഞാൻ ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.